إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله وبارك وسلم تسليما كثيرا كثيرا أما بعد فيا أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله فقد قال الله تعالى يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون وقال أيضا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب الله سبحانه وتعالى തഖ്വ ചെയ്ത് സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി ഞാനെൻ്റെ നഫ്സിനോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും തഖ്വ ചെയ്ത് സൂക്ഷിച്ച് ജീവിക്കാൻ അവൻ നമ്മേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ മുത്തഖികളുടെ കൂട്ടത്തിൽ സ്വർഗത്തിൽ ഏറ്റവും ഉന്നതമായ ദറജകൾ അവൻ നമുക്ക് സമ്മാനിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, നാം വീണ്ടും ഒരു ഹജ്ജ് സീസണിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസി സമൂഹങ്ങൾക്ക് അവരുടെ ആത്മീയമായ ഒരു ഊർജത്തെ, ആത്മീയമായ ഉന്മേഷത്തെ ഉത്തേജിപ്പിക്കാനും അള്ളാഹുവായിട്ട് അവരെ കൂടുതൽ അടുപ്പിക്കാനും ചില പ്രത്യേകമായ സമയങ്ങളും ഇടങ്ങളും ദിവസങ്ങളും മാസങ്ങളൊക്കെയും നിശ്ചയിച്ചു നൽകിയിട്ടുണ്ട്. അത് അള്ളാഹു മുഅ്മിനീങ്ങൾക്ക് ചെയ്ത വലിയൊരു അനുഗ്രഹമാണ്. അതിലൂടെ കാലക്രമേണ അവരുടെ വിശ്വാസത്തിനെ ബാധിക്കുന്ന മങ്ങലുകളെയും പൊടിപടലങ്ങളെയും നീക്കി കൂടുതൽ ഒരു ആത്മീയമായ ഉന്മേഷത്തോടു കൂടി അള്ളാഹുവിലേക്ക് അടുക്കാൻ, കൂടുതൽ നന്മകളിൽ മുന്നേറാൻ അത് അവരെ സഹായിക്കുന്നു എന്നതാണ് ഇത്തരം സവിശേഷമായ ഇടങ്ങളുടെയും സ്ഥലങ്ങളുടെയും സമയങ്ങളുടെയും മാസങ്ങളുടെയൊക്കെ പ്രത്യേകത. ആ അർത്ഥത്തിൽ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിച്ച വലിയൊരു അനുഗ്രഹമാണ് ഹജ്ജ് എന്നുള്ളത്. അള്ളാഹുവിന്റെ അങ്ങേയറ്റത്തെ അനുഗ്രഹം സിദ്ധിച്ച ആളുകൾക്ക് മാത്രം ചെയ്യാൻ സാധിക്കുന്ന അങ്ങേയറ്റത്തെ മഹനീയമായ, വളരെ പവിത്രമായ ഒരു കർമ്മമാണ് ഹജ്ജ് എന്നുള്ളത്. ഒരാൾക്ക് ഒരുപാട് സമ്പത്തുണ്ട് എന്നുള്ളത് കൊണ്ടോ, സുഖസൗകര്യങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ടോ, ആരോഗ്യമുണ്ട് എന്നുള്ളത് കൊണ്ട് ഒരിക്കലും ഹജ്ജ് ചെയ്യാൻ സാധിക്കണമെന്നില്ല.
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായിട്ട് നമുക്ക് കാണാം, അൽ ഹുജ്ജാജ് വൽ ഉമ്മാർ വഫ്ദുല്ലാ. ഹജ്ജ് നിർവഹിക്കുന്ന ആളുകളും ഉംറ നിർവഹിക്കുന്ന ആളുകളും അള്ളാഹുവിന്റെ അതിഥികളാണ്, അള്ളാഹുവിന്റെ സംഘങ്ങളാണ്. ദഅാഹും ഫഅജാബു, അവരെ അള്ളാഹു ക്ഷണിച്ചു, ആ ക്ഷണത്തിന് അവർ ഉത്തരം നൽകി. വസഅലൂഹു ഫഅഅതാഹും, അങ്ങനെ അവർ അള്ളാഹുവിനോട് ചോദിക്കുന്നു, അള്ളാഹു അത് അവർക്ക് നൽകുന്നു. ഇങ്ങനെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ ഭാഗ്യം ലഭിച്ച ആളുകളെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർവചിച്ചിരിക്കുന്നത്. പലപ്പോഴും നമ്മുടെ ഒരു സമൂഹത്തിൽ ഹജ്ജ് എന്ന് പറയുമ്പോൾ തന്നെ അത് പ്രത്യേകമായ ചില അതിസമ്പന്നരായ ചില ആളുകൾ അവരുടെ വിശ്രമകാലത്ത് വിശ്രമ ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ ചെയ്തു കഴിഞ്ഞു, എല്ലാ ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പോ ജീവിതത്തിൽ വല്ലതും ചെയ്യാനുണ്ടോ എന്ന് ആലോചിക്കുമ്പോ എന്നെങ്കിൽ പിന്നെ ഹജ്ജ് അങ്ങ് ചെയ്ത് കളയാം എന്ന രൂപേണ ചെയ്യുന്ന, ഒരുപാട് സമ്പത്ത് കുമിഞ്ഞുകൂടി ഇനി ഈ സമ്പത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു ഘട്ടത്തിൽ ആ ഹജ്ജിന്റെ കടമയൊന്ന് പൂർത്തിയാക്കിയേക്കാം എന്ന മട്ടത്തിൽ ചെയ്യുന്ന ഒരു പ്രത്യേകമായ ചില വിഭാഗക്കാർക്ക് മാത്രം പറഞ്ഞിട്ടുള്ള ഒരു അമലാണ് എന്ന ഒരു പ്രതീതിയോടുകൂടിയാണ് പലപ്പോഴും ഹജ്ജിനെ നമ്മുടെ സമൂഹം വീക്ഷിക്കുന്നത് അല്ലെങ്കിൽ കാണുന്നത്, അർത്ഥത്തിലാണ് ഉൾക്കൊള്ളുന്നത്. എന്നാൽ വിശുദ്ധ ഖുർആനിൽ ഹജ്ജിന് വേണ്ടി വിളംബരം ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിയോട് കൽപ്പിക്കുന്ന സൂറത്തുൽ ഹജ്ജിലെ 27-ാമത്തെ ആയത്ത് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുക. വഅസ്സിമു ഫിന്നാസി ബിൽ ഹജ്ജ്. റസൂൽ ഇബ്രാഹിം അലൈഹിസ്സലാമിയോട് അല്ലാഹു പറയാണ്, താങ്കൾ ജനങ്ങളെ ഇങ്ങോട്ട് ക്ഷണിക്കുക, ഹജ്ജിന് വേണ്ടി ക്ഷണിക്കുക, ഹജ്ജിനെ സംബന്ധിച്ച് അവരോട് വിളംബരം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഏത് രൂപത്തിൽ ആളുകളാണ് ആ വിളിക്ക് ഉത്തരം നൽകാൻ പോകുന്നത്, ഏത് രൂപത്തിലാണ് അതിനവർ ഉത്തരം നൽകുക എന്നും വിശുദ്ധ ഖുർആൻ തൊട്ടുടനെ വിശദീകരിക്കുന്നുണ്ട്. ആദ്യമായി അള്ളാഹു പറഞ്ഞത് അവർ കാൽനടയായിക്കൊണ്ട് ആ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് ഇവിടെ എത്തിച്ചേരുമെന്നുള്ളതാണ്. അവർക്കൊരുപക്ഷെ വാഹന സൗകര്യങ്ങൾ ഇല്ലെങ്കിലും മറ്റിതര മാർഗങ്ങളില്ലെങ്കിലും മാധ്യമങ്ങളില്ലെങ്കിലും അവർക്ക് സാധ്യമായ രൂപത്തിൽ കാൽനടയായിട്ടാണെങ്കിൽ കാൽനടയായിക്കൊണ്ട് ആ വിളി ലഭിച്ച ആ ക്ഷണം ലഭിച്ച ആളുകൾ അതിന് ഉത്തരം നൽകണമെന്ന് അതിയായി ആഗ്രഹിക്കുന്ന ആളുകൾ അവർ കാൽനടയായിട്ടാണെങ്കിലും താങ്കളുടെ ഈ വിളിക്ക് ഉത്തരം നൽകുന്നതാണ് അള്ളാഹു പറയാണ്. വാലാ കുല്ലി താമിരിൻ, തുടർന്ന് അള്ളാഹു പറയാണ്, മെലിഞ്ഞൊട്ടിയ ഒട്ടകപ്പുറത്ത് കയറിയിട്ടാണെങ്കിലും അവർ വരുന്നതാണ്. എല്ലാം കൊണ്ടും തികഞ്ഞ വാഹന സൗകര്യങ്ങൾ അവർക്കില്ലെങ്കിലും അവർക്ക് ലഭിക്കുന്ന മാർഗങ്ങൾ, ലഭിക്കുന്ന വാഹനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർ ഇവിടെ എത്തിച്ചേരുന്നതാണ്. ഒമിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, എല്ലാ മലമ്പാതകൾ താണ്ടിയും ഇടുങ്ങിയ വഴികളിലൂടെയും വിദൂര ദിക്കുകളിൽ നിന്നും അവർ ഈ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് ഇവിടെ എത്തിച്ചേരുന്നതാണ് അല്ലാഹു പറയണം. അവരുടെ മുന്നിൽ പ്രവിശാലമായ മാർഗങ്ങൾ ഉണ്ടാവണമെന്നില്ല, വഴികൾ ഉണ്ടാകണമെന്നില്ല, എങ്കിലും ആ മലമ്പാതകൾ താണ്ടി സമുദ്രങ്ങൾ താണ്ടിയിട്ടാണെങ്കിലും ആ വിളിക്ക് അവർ ഉത്തരം നൽകുന്നതാണ് എന്ന് അല്ലാഹു പറയണം. അപ്പൊ ആ ഒരു ചിത്രം നമ്മൾ ആലോചിച്ച് നോക്കുക. അതിസമ്പന്നരായ ചില ആളുകളെല്ലാം തികഞ്ഞ ചില ആളുകളിൽ ചെയ്യുന്ന ഒരു കർമ്മമായിട്ടേ അല്ല വിശുദ്ധ ഖുർആൻ അത് നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. മറിച്ച് ആ വിളിക്ക് ഉത്തരം നൽകണമെന്ന് അതിയായി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അവരെ കൊണ്ട് സാധിക്കുന്ന രൂപത്തിൽ ചെയ്യുന്ന ഒരു കർമ്മമായിട്ടാണ് യഥാർത്ഥത്തിൽ ഹജ്ജിനെ വിശുദ്ധ ഖുർആൻ നമുക്ക് അതിന്റെ ആ അടിസ്ഥാനത്തിൽ തന്നെ വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തന്നിരിക്കുന്നത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, മൻ അറാദൽ ഹജ്ജ ഫൽയതഅജ്ജൽ. ആർക്കെങ്കിലും ആത്മാർത്ഥമായിട്ട് ഹജ്ജ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ഉദ്ദേശമുണ്ടെങ്കിൽ ഫൽയതഅജ്ജൽ, അവർ അതിനുവേണ്ടി ധൃതി കാണിക്കട്ടെ, അതിനവരെ പിന്തിപ്പിക്കുകയല്ല. എത്രയും പെട്ടെന്ന് അവർക്ക് എത്ര പെട്ടെന്നാണ് അവർക്ക് സാധിക്കുക അത്രയും പെട്ടെന്ന് അവർ ഹജ്ജിന് വേണ്ടി പുറപ്പെടട്ടെ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഏതൊരു നന്മയെയും പിന്തിക്കാതിരിക്കുക, ഏതൊരു നന്മയുടെ വിഷയത്തിലും അങ്ങേയറ്റത്തെ ധൃതി കാണിക്കുക എന്നുള്ളത് തഖ്വയുടെയും ഈമാനിന്റെയും അടയാളമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മുഅ്മിനൂനിലൂടെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. വല്ലദീന ഹും ബിആയാതി റബ്ബിഹിം യുഅ്മിനൂൻ. അല്ലാഹുവിന്റെ തങ്ങളുടെ റബ്ബിന്റെ ആയത്തുകളിൽ ദൃഢമായി വിശ്വസിക്കുന്ന ആളുകൾ, വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിക്കുന്ന ആളുകൾ. വല്ലദീന ഹും ബിറബ്ബിഹിം ലാ യുശ്രികൂൻ. അല്ലാഹുവിൽ ഒരർത്ഥത്തിലും പങ്കാളികളെ ചേർക്കാത്ത, ഒരു കളങ്കമില്ലാത്ത തൗഹീദിന്റെ ഉടമകളായ ആളുകൾ. ആ ആളുകളുടെ പ്രത്യേകത എന്താണ്? വല്ലദീന യുഅ്തൂന മാ ആതൗ വഖുലൂബുഹും വജിലതുൻ അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. ഭയവിഹ്വലമായ ഹൃദയവുമായിട്ട്
തങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടവരാണെന്ന ആ ദൃഢബോധ്യത്തോടുകൂടി ആ അചഞ്ചലമായ വിശ്വാസത്തിന്റെ പേരിൽ ഹൃദയം വിങ്ങിപ്പൊട്ടുന്ന ആളുകൾ, അതിന്റെ പേരിൽ എല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ ജനം ചിലവഴിക്കുന്ന ആളുകൾ, അവരുടെ ഒരു പ്രത്യേകത വിശുദ്ധ ഖുർആൻ പറയാണ് തൊട്ടുടനെയുള്ള ആയത്തിൽ, ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്ത്. അവരുടെ പ്രത്യേകത എന്നുള്ളത് അവർ നന്മയിൽ മത്സരിക്കുന്ന ആളുകളായിരിക്കും. നന്മയുടെ വിഷയത്തിൽ ഒരാളെയും കാത്തു നിൽക്കാത്ത ആളുകളായിരിക്കും. വഹും ലഹാ സാബിഖൂൻ. നന്മ ചെയ്യാനുള്ള അവസരങ്ങൾ എന്റെ കാൽക്കീഴിൽ വരട്ടെ എന്ന് പറയുന്നതിന് പകരം, എന്റെ വാതിൽക്കൽ വന്ന് ആ അവസരങ്ങൾ മുട്ടട്ടെ എന്ന് ചിന്തിക്കുന്നതിന് പകരം അതിനെ തേടിപ്പോകുന്ന ആളുകളാണ്. വഹും ലഹാ സാബിഖൂൻ. അതിനെ പിന്തുടർന്ന് അത് തേടിപ്പിടിക്കുന്ന ആളുകളായിരിക്കും മുത്തഖികളായ, യഥാർത്ഥത്തിൽ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന, അവന്റെ ആയത്തുകളിൽ വിശ്വസിക്കുന്ന, കളങ്കമില്ലാത്ത വളരെ പരിശുദ്ധമായ തൗഹീദിന്റെ ഉടമകളായിട്ടുള്ള ആളുകൾ എന്ന സൂറത്തുൽ മുഅ്മിനീനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു നൽകുകയാണ്. അതുകൊണ്ട് തന്നെ ഹജ്ജിന്റെ വിഷയത്തിൽ ഒരർത്ഥത്തിലുള്ള പിന്തിപ്പിക്കലും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും വന്നുകൂടാ. അതിനെ ഏതർത്ഥത്തിലാണ് നമുക്ക് ചെയ്തു തീർക്കാൻ സാധിക്കുക, ആ രൂപത്തിൽ നമ്മൾ അതിൽ ചെയ്യാനുള്ള ധൃതി, ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിൽ നമ്മൾ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മുടെ ആരോഗ്യം എപ്പോഴാണ് നശിച്ചു പോകുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ ആരോഗ്യമോ നമ്മുടെ സമ്പത്തോ നമ്മുടെ ജീവനോ ഒന്നും നമ്മുടെ കൈകളിലില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ ഈ കാര്യങ്ങളൊക്കെയും നഷ്ടപ്പെടുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ അത് പ്രയോജനപ്പെടുത്തുക, അതുകൊണ്ട് നിങ്ങൾ ഉപകാരമെടുക്കുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് നമുക്ക് കാണാം. ഇസ്ലാമിക ലോകത്തോ ഇസ്ലാമിക പൈതൃകത്തിലോ ഇസ്ലാമിക പാരമ്പര്യത്തിലോ നമുക്ക് കാണാൻ കഴിയാത്തൊരു പ്രവണതയാണ് ഹജ്ജ് എന്നുള്ളത്. ജീവിത അവസാനത്തിൽ ചെയ്യേണ്ട ഒരു കർമ്മമാണ് എന്നുള്ളൊരു പ്രവണത, അങ്ങനെയുള്ളൊരു സങ്കല്പം പലപ്പോഴും നമ്മുടെ നാടുകളിൽ അങ്ങനെ ഒരു സങ്കല്പമാണ്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അത് ജീവിതത്തിൽ ഏറ്റവും അവസാനത്തിൽ എല്ലാം കഴിഞ്ഞിട്ട് ചെയ്യേണ്ട ഒരു കർമ്മമാണ് എന്നൊരു പ്രവണത നമുക്ക് ഇസ്ലാമിക ചരിത്രത്തിൽ എവിടെയും അങ്ങനെ ഒരു മാതൃക നമുക്ക് കാണാൻ കഴിയില്ല. മറിച്ച് ഹജ്ജ് എന്നുള്ളത് ചുറുചുറുക്കോടുകൂടി ആ യുവത്വത്തിൽ തന്നെ ആരോഗ്യ ദൃഢഗാത്രരായിരിക്കുമ്പോൾ തന്നെ ചെയ്തു തീർക്കേണ്ട ഒരു കർമ്മമാണ്. യുവത്വത്തിൽ അങ്ങേറ്റം ആരോഗ്യവാന്മാരായിരിക്കെ ഹജ്ജ് ചെയ്യുന്നതിന് ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. അതിലേറ്റവും ഒന്നാമത്തെ പ്രയോജനം, ആ ഹജ്ജിന്റെ എല്ലാ കർമ്മങ്ങളും അതിന്റെ ഓജസ്സിലും തേജസ്സിലും തികവിലും മികവിലും നമുക്ക് ചെയ്തു തീർക്കാൻ കഴിയും എന്നത് തന്നെയാണ് അതിന്റെ ഒന്നാമത്തെ ഉപകാരം, പ്രയോജനം. രണ്ടാമതായി, നമുക്ക് ഹജ്ജിന് വേണ്ടി നമ്മുടെ വലിയൊരു സമ്പാദ്യം മാറ്റിവെക്കേണ്ടി വന്നാലും പിന്നീട് വീണ്ടും അത് സമ്പാദിക്കാനും നേടിയെടുക്കാനുമുള്ള ആരോഗ്യവും സമയവും നമ്മുടെ ജീവിതത്തിൽ വീണ്ടും ഉണ്ടാവും, നമ്മൾ യുവത്വത്തിൽ ചെയ്യുകയാണെങ്കിൽ. എന്നാൽ വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ വീണ്ടും സമ്പാദിക്കാനുള്ള പല മാർഗങ്ങളും അവസരങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ ഒതുങ്ങിക്കൊണ്ടേയിരിക്കും, അത് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് യുവത്വത്തിൽ തന്നെയും ചെറിയ പ്രായത്തിൽ തന്നെയും ജീവിതത്തിന്റെ ഏറ്റവും നല്ല പ്രായത്തിൽ തന്നെയും ഹജ്ജ് ചെയ്യാൻ യുവാക്കളായ ആളുകൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഒരു നിയത്ത് അവർ മനസ്സിൽ വെക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് മാത്രവുമല്ല, ഹജ്ജിനെ നമ്മുടെ ജീവിതത്തിൽ പിന്തിപ്പിച്ച് വെക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് നേരത്തെ വന്നെത്തേണ്ടിയിരുന്ന പല നന്മകളെയും നമ്മൾ പിന്തിപ്പിച്ച് വെക്കുകയാണ്. ഹജ്ജിലൂടെ ഒരാൾക്ക് ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരുപാട് നന്മകളുണ്ട്. ഹജ്ജിലൂടെ ഒരാൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. അതൊക്കെയും വേണ്ടെന്ന് വെക്കുകയാണ് യഥാർത്ഥത്തിൽ ഹജ്ജ് പിന്തിപ്പിക്കുന്നതിലൂടെ നമ്മൾ ചെയ്യുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, അൽ ഹജ്ജു അറഫ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ്. അറഫയിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അറഫയിൽ പ്രാർത്ഥനയാണ്. അറഫയിൽ വിശ്വാസികൾ ചെയ്യുന്ന ഏറ്റവും വലിയ അമല് എന്നുള്ളത് അള്ളാഹുവിനോട് തങ്ങളുടെ സങ്കടങ്ങളും തങ്ങളുടെ ആവശ്യങ്ങളും ചോദിച്ച് വാങ്ങിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോ യുവാക്കളായിരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹങ്ങൾ ഉണ്ടാവുക. ഏറ്റവും നല്ലൊരു കുടുംബ ജീവിതം നമ്മൾ ആഗ്രഹിക്കും, ഏറ്റവും സാലിഹ്യങ്ങളായ സന്താനങ്ങൾ നമ്മൾ ആഗ്രഹിക്കും, ഹലാലായ റിസ്ക് നമ്മൾ ആഗ്രഹിക്കും, ആരോഗ്യപൂർണമായ ജീവിതം നമ്മൾ ആഗ്രഹിക്കും. ഇത്തരത്തിലുള്ള പല ആഗ്രഹങ്ങളും ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഉണ്ടാവുക അവരുടെ ഏറ്റവും നല്ല പ്രായത്തിലാണ്. അപ്പൊ ഇതൊക്കെയും ചോദിച്ചു വാങ്ങാനുള്ള ഏറ്റവും നല്ലൊരു അവസരമാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിന്റെ അവസാനത്തിലേക്ക് അത് വെക്കുന്നതിലൂടെ. ജീവിതത്തിന്റെ അവസാനം എപ്പോഴാണ് നമുക്ക് അറിയില്ല എന്നത് മറ്റൊരു വശം. ജീവിതത്തിന്റെ ഏറ്റവും അവസാനത്തിലേക്ക് അത് പിന്തിപ്പിക്കുന്നതിലൂടെ ഇത്തരം നന്മകളൊക്കെയും നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ വേണ്ടെന്ന് വെക്കുകയാണ് ചെയ്യുന്നത്. മാത്രവുമല്ല, പണ്ഡിതർ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ഹജ്ജിന്റെ കർമ്മങ്ങൾ എന്ന് പറയുന്നത് ആരാധന മാത്രമല്ല, അതിന് ആരാധനാ കർമ്മങ്ങൾ മാത്രമല്ല, നമ്മുടെ ജീവിതം അതിലൂടെ വിവിധ അർത്ഥത്തിൽ സ്വാധീനിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. നമ്മുടെ വ്യക്തി ജീവിതവും നമ്മുടെ സാമ്പത്തിക ജീവിതവും നമ്മുടെ സാമൂഹിക ജീവിതമൊക്കെയും ഹജ്ജിലൂടെ സ്വാധീനിക്കപ്പെടേണ്ട ചില കാര്യങ്ങളാണ്. അപ്പോ ഏറ്റവും വാർദ്ധക്യത്തിൽ ചെയ്തു കഴിഞ്ഞാൽ ആ ഹജ്ജിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഊർജവും അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠങ്ങളുമായിട്ട് നമുക്ക് എവിടെയാണ് ജീവിക്കാനുള്ളത്? നമ്മുടെ കുടുംബജീവിതം ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാകും, നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ നമ്മുടെ ഇടപെടലുകൾ കഴിഞ്ഞിട്ടുണ്ടാകും, സാമ്പത്തികമായ ഇടപാടുകൾ ചിലപ്പോൾ നമ്മൾ അവസാനിപ്പിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് ഈ ഹജ്ജ് ഏറ്റവും നല്ല പ്രായത്തിൽ ചെയ്യുക എന്നുള്ളത് നമ്മൾ ഒരുപാട് പ്രയോജനങ്ങളുള്ള കാര്യമാണ്. അതിനുവേണ്ടി നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്.
പലപ്പോഴും ഹജ്ജ് നിർവഹിക്കാതിരിക്കാൻ അല്ലെങ്കിൽ ഹജ്ജ് പിന്തിപ്പിക്കാൻ സമൂഹത്തിൽ 2 കാരണങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുക. 2 കാരണങ്ങൾ കൊണ്ടാണ് ആളുകളൊക്കെയും ഹജ്ജിനെ പിന്തിപ്പിക്കുന്നത്, വൈകിപ്പിക്കുന്നത്. അതിലൊന്നാമത്തെ കാരണം സാമ്പത്തികമായ വശങ്ങൾ ഓർത്തുകൊണ്ടാണ്. കുറച്ചുകൂടി സമ്പാദിച്ചതിന് ശേഷമാകാം ഹജ്ജ് എന്നൊരു തീരുമാനമാണ്. രണ്ടാമത്തേത്, ഹജ്ജ് എന്നുള്ളത് ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രം നിർവഹിക്കേണ്ട ഒരു കാര്യമാണ് എന്നതാണ്. സത്യത്തിൽ ഹജ്ജ് കഴിവുള്ളവർ ഒരു പ്രാവശ്യമെങ്കിലും നിർവഹിക്കണം എന്ന ദീനിന്റെ കൽപ്പനയെ ഒരു പ്രാവശ്യം മാത്രം നിർവഹിക്കേണ്ട ഒന്നായിട്ട് തെറ്റിദ്ധരിച്ചു എന്നതാണ് അതിന്റെ രണ്ടാമത്തെ കാരണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യഥാർത്ഥത്തിൽ ഈ 2 കാരണങ്ങളെയും ഖണ്ഡിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന സഹീഹായ ഒരു ഹദീസിൽ ഇങ്ങനെ ഒരു ഹദീസ് നമുക്ക് കാണാൻ കഴിയും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, താബിഉ ബൈനൽ ഹജ്ജ് വൽ ഉംറ, നിങ്ങൾ ഹജ്ജിനെയും ഉംറയെയും ആവർത്തിച്ചുകൊണ്ടിരിക്കുക. സാധ്യമാകുന്ന ആളുകൾ ഒരു ഹജ്ജിൽ ഒതുക്കാതെ വീണ്ടും ഹജ്ജ് നിർവഹിക്കുക, വീണ്ടും ഉംറ നിർവഹിക്കുക. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നഹുമാ യൻഫിയാനിൽ ഫഖ്റ വസ്സുനൂബ്, അത് ദാരിദ്ര്യത്തെ ഇല്ലാതാക്കും, അതോടൊപ്പം തന്നെ പാപങ്ങളെയും ഇല്ലാതാക്കും. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുള്ള ഏറ്റവും നല്ല മാർഗമായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിനെയും ഉംറയെയും പഠിപ്പിക്കുകയാണ്. മാത്രവുമല്ല പാപങ്ങളെയും അതില്ലാതാക്കും. ശേഷം റസൂൽ ഒരു ഉപമ പറയുകയാണ്, നല്ല ചൂടുള്ള തീക്കനൽ ഏത് രൂപത്തിലാണ് ലോഹത്തെയും വെള്ളിയെയും സ്വർണത്തെയും പരിശുദ്ധമാക്കുന്നത്, ആ രൂപത്തിൽ വിശ്വാസികളുടെ ഹൃദയത്തെ പാപക്കറകളിൽ നിന്നും അവരുടെ സമ്പത്തിനെയും ഈ ഹജ്ജും ഉംറയും പരിശുദ്ധമാക്കുന്നതാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. നമുക്ക് വലിയൊരു തെറ്റിദ്ധാരണയുണ്ട്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അത് ഒന്നിലധികം ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ഉംറകൾ ഒന്നിലധികം ആവർത്തിച്ച് ചെയ്യുന്ന ആളുകൾ അവർ വലിയ ഇസ്രാഫാണ് ചെയ്യുന്നത്, അവർ അവരുടെ സമ്പത്ത് പാഴാക്കുകയാണ് എന്നൊക്കെയുള്ള വലിയൊരു തെറ്റിദ്ധാരണ നമുക്കിടയിലുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിൽ 4 ഉംറകൾ നിർവഹിച്ചിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിൽ 4 ഉംറകൾ നിർവഹിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഹിജ്റ 6-ാം വർഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉംറയ്ക്ക് വേണ്ടി പുറപ്പെട്ടു, ഇഹ്റാമിൽ പ്രവേശിച്ചു. പക്ഷേ മക്ക മുശ്രിക്കീങ്ങൾ അതിനെ അനുവദിച്ചില്ല. അത് അല്ലാഹു തആല ഉംറയായിട്ടായിരുന്നു പരിഗണിച്ചത്. അതിനുള്ള പ്രതിഫലവും മുസ്ലിം ഉമ്മത്തിന് അന്നത്തെ സഹാബാക്കൾക്ക് നൽകുകയുണ്ടായി. രണ്ടാമതായി ഹിജ്റ 6-ാം വർഷം സന്ധിയിൽ പറഞ്ഞത് പ്രകാരം, കരാറിൽ ഏർപ്പെട്ടത് പ്രകാരം അടുത്ത വർഷം 7-ാം വർഷം വന്നിട്ട് റസൂലും സഹാബാക്കളും ഉംറ ചെയ്തു. പിന്നീട് ഹിജ്റ 8-ാം വർഷം മക്കൻ ഫതഹിന് ശേഷം, മക്ക വിമോചനത്തിന് ശേഷം ഹുനൈൻ യുദ്ധം കഴിഞ്ഞ് മടങ്ങവേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും ഉംറ ചെയ്തിട്ടാണ് മടങ്ങുന്നത്. ഏറ്റവും അവസാനമായിട്ട് റസൂലിന്റെ ഹജ്ജിന്റെ സന്ദർഭത്തിൽ ഹിജ്റ 10-ാം വർഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ഉംറ നിർവഹിച്ചു. അങ്ങനെ 4 ഉംറകളാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചിട്ടുള്ളത്. ഇനി ഹജ്ജിന്റെ വിഷയത്തിലാകട്ടെ റസൂലിന് എല്ലാം കൊണ്ടും സൗകര്യപ്പെട്ടത് ഹിജ്റ 10-ാം വർഷമുള്ള ഹജ്ജായിരുന്നു. ആ ഹജ്ജിന് ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 മാസക്കാലം പോലും ജീവിക്കുന്നില്ല. 83 ദിവസങ്ങൾക്ക് ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറഞ്ഞു. ഹിജ്റ 9-ാം വർഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സൗകര്യപ്പെട്ടിട്ടില്ലെങ്കിലും റസൂൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ മുസ്ലിം സംഘത്തെ ഹജ്ജിന് വേണ്ടി നിയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇതിനൊക്കെ പുറമെ റസൂലിനെ എല്ലാ അർത്ഥത്തിലും പിൻപറ്റിയിരുന്ന സഹാബാക്കള് അവരൊരിക്കലും റസൂൽ ഒരു പ്രാവശ്യമേ ഹജ്ജ് നിർവഹിച്ചിട്ടുള്ളൂ എന്നുള്ളത് ഒരു സുന്നത്തായിട്ട് കണക്കാക്കിയിരുന്നില്ല. മറിച്ച് അവർ ജീവിതത്തിൽ നിരവധി തവണ ഹജ്ജ് നിർവഹിച്ചതായിട്ട് നമുക്ക് കാണാം സഹാബാക്കൾ. പ്രത്യേകിച്ച് അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹമാണ് സഹാബാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഹജ്ജ് നിർവഹിച്ച ആളായിട്ട് അറിയപ്പെടുന്നത്. അദ്ദേഹം 50-ലധികം ഹജ്ജ് നിർവഹിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്, എനിക്ക് ഇപ്പോഴും ഹജ്ജ് ചെയ്തിട്ട് മതിയായിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റസൂലിന്റെ ഏറ്റവും പ്രിയങ്കരനായ സഹാബിയാണ്. അദ്ദേഹം 20 തവണ ഹജ്ജ് നിർവഹിക്കുകയുണ്ടായി. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ശേഷം പറയുന്നുണ്ട്, ഹജ്ജിനോളം അള്ളാഹുവിനൊക്കെ എന്നെ അടുപ്പിക്കുന്ന മറ്റൊരു പ്രവൃത്തിയുമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല എന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഹജ്ജിന് വേണ്ടി ഏറ്റവും കൂടുതൽ സമ്പത്ത് ചിലവഴിച്ച ആളായിരുന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹം 10 തവണ ജീവിതത്തിൽ ഹജ്ജ് നിർവഹിക്കുന്നുണ്ട്. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിരവധി തവണ ഹജ്ജ് നിർവഹിച്ച ആളാണ്. മാത്രവുമല്ല ഒരുപാട് ഹജ്ജ് നിർവഹിക്കാൻ താബീഈങ്ങളായ ആളുകളെ പ്രേരിപ്പിച്ച ഒരു സഹാബി കൂടിയാണ് അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അബൂ ഗാലിബ് എന്ന് പറയുന്ന മഹാനായ ഒരു താബിഈ പറയുന്നുണ്ട്, അദ്ദേഹത്തെ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഹജ്ജ് ചെയ്യാൻ വേണ്ടി ആവർത്തിച്ച് ബൈത്തുൽ ഹറാമിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തെ പ്രേരിപ്പിച്ചുകൊണ്ട് ഉപദേശിച്ച ഒരു കഥ അബൂ ഗാലിബ് റഹിമഹുല്ലാ പറയുന്നുണ്ട്. താബിഈങ്ങളിലും പ്രമുഖരായ പല ആളുകളും താഊസ് റഹിമഹുല്ലയെ പോലെ, സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹിമഹുല്ലയെ പോലെ, അതാ ഇബ്നു റബാഹ് റഹിമഹുല്ലയെ പോലുള്ള ആളുകൾ 40 വട്ടം ഹജ്ജ് ചെയ്ത ആളുകളുടെ ഗണത്തിൽപ്പെട്ട ആളുകളാണ്. ഈ രൂപത്തിൽ ഹജ്ജ് എന്നുള്ളത് അതിമഹത്തായ ഒരു കർമ്മമായിട്ട് ആളുകളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് അവർക്ക് യാതൊരു പണിയും ഇല്ലാത്തത് കൊണ്ടോ യാതൊരു സാമ്പത്തികമായിട്ടുള്ള യാതൊരു ത്യാഗവും അവിടെ ഇല്ലാത്തത് കൊണ്ടോ അല്ല, ശാരീരികമായ ത്യാഗം ഇല്ലാത്തത് കൊണ്ടോ അല്ല, അതിന്റെ ശ്രേഷ്ഠത അവർ മനസ്സിലാക്കി എന്ന് വേണം നമ്മൾ ഇതിൽ നിന്നൊക്കെയും മനസ്സിലാക്കേണ്ടതായിട്ട്.
ഹജ്ജ് ചെയ്യാനുള്ള ഭാഗ്യം ലഭിക്കാൻ ഏറ്റവും ആദ്യമായിട്ട് വേണ്ടത് സമ്പത്തും സൗകര്യമല്ല, നിഷ്കളങ്കമായ ആഗ്രഹമാണ്. നിഷ്കളങ്കമായിട്ട് ഹജ്ജിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കേണ്ടതുണ്ട്, അതിനെ സ്വപ്നം കാണേണ്ടതുണ്ട്, അതിനുവേണ്ടി പ്രയത്നിക്കേണ്ടതുണ്ട്. ആ ഒരു സ്വപ്നം, ആ ഒരു ആഗ്രഹം മനസ്സിലിട്ട് നമ്മൾ താലോലിക്കേണ്ടതുണ്ട്. അപ്പോഴാണ് അള്ളാഹു നമുക്ക് ഹജ്ജിനുള്ള മാർഗങ്ങൾ തുറന്നു തരിക. യാതൊരു വിധത്തിലുള്ള സാമ്പത്തിക സൗകര്യങ്ങൾ ഇല്ലാഞ്ഞിട്ടും സാമ്പത്തിക മികവില്ലാഞ്ഞിട്ടും ഹജ്ജിന് വേണ്ടി ഹജ്ജ് ചെയ്യാൻ ഭാഗ്യം ലഭിച്ച നിരവധി ആളുകളെ നമ്മൾ ജീവിതത്തിൽ നമുക്ക് ജീവിച്ചിരിക്കുന്ന ഉദാഹരണങ്ങൾ കാണാൻ കഴിയും. അവരുടെ ആ ആഗ്രഹത്തിന് പുറത്ത്, അവരുടെ ആ നിയ്യത്തിന്റെ പേരിൽ അള്ളാഹു അവർക്ക് ആ സൗകര്യങ്ങൾ തുറന്നു കൊടുക്കണം. ഇന്ന് ജീവിച്ചിരിക്കുന്ന വലിയൊരു പണ്ഡിതനായിരുന്ന USA-ൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന വലിയൊരു പണ്ഡിതൻ, വലിയ ഇസ്ലാമിക പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ ഒരു അനുഭവം പങ്കുവെക്കുന്നുണ്ട്. അദ്ദേഹം പറയാണ്, അദ്ദേഹം സയ്യിദ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്ത്, അമേരിക്കയിൽ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഹജ്ജിന്റെ ഒരു കഥ അദ്ദേഹം വിവരിക്കുന്നുണ്ട്. അദ്ദേഹം പറയാണ്, ഈ സയ്യിദ് എന്ന് പറയുന്ന ഈ വ്യക്തി ഒരുപാട് വർഷക്കാലം ഹജ്ജിന് വേണ്ടി ആഗ്രഹിച്ചു. പക്ഷേ അദ്ദേഹത്തിന്റെ ബാധ്യതകൾ കാരണം അദ്ദേഹത്തിന് ഹജ്ജ് നിർവഹിക്കാൻ സാധിച്ചില്ല. അങ്ങനെ അദ്ദേഹം എല്ലാ മാസവും ചെറിയൊരു സമ്പത്ത് അദ്ദേഹത്തിന് കഴിയുന്ന രൂപത്തിൽ ഹജ്ജിന് വേണ്ടി മാറ്റിവെച്ച് അങ്ങനെ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഹജ്ജ് ചെയ്യാൻ പാകമായ രൂപത്തിലുള്ള ഒരു സമ്പത്ത് അദ്ദേഹത്തിന്റെ കൈകളിലേക്ക് വന്നു. അങ്ങനെ അതുമായി അദ്ദേഹം ഹജ്ജിന്റെ ഏജൻസിയിലേക്ക് യാത്ര ചെയ്യുന്ന ആ യാത്ര മധ്യേ അദ്ദേഹം ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, ഒരു ഫിസിക്കൽ തെറാപ്പിസ്റ്റ് ആണ്. അദ്ദേഹം അവിടെ ചെന്ന് ഒരു ആവശ്യത്തിന് ഹോസ്പിറ്റലിൽ കയറിയപ്പോൾ അദ്ദേഹം കാലങ്ങളായിട്ട് ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി, ഒരു കുട്ടിയും ആ കുട്ടിയുടെ മാതാവിനെയും കാണാണ്. അവരോടുള്ള സംസാരത്തിനിടയിൽ അദ്ദേഹം മനസ്സിലാക്കുകയാണ്, ഇവര് വലിയ കടബാധിതരാണ്, കുട്ടിയുടെ ചികിത്സ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ കുടുങ്ങിക്കിടക്കാണ്. അങ്ങനെ അദ്ദേഹം ഹോസ്പിറ്റലുമായി സംസാരിച്ചപ്പോൾ അവർക്ക് ഏകദേശം $5000 അവിടെ കടമുണ്ട്. അത് കാരണം അവരിവിടെ ചികിത്സ നിർത്തി പോകാൻ പോവാണെന്ന് അറിയുകയുണ്ടായി. ഇദ്ദേഹത്തിന്റെ കയ്യിലാകട്ടെ വർഷങ്ങളായിട്ട് അദ്ദേഹം സ്വരൂപിച്ചു കൂട്ടിയ $6000 ഉണ്ടായിരുന്നു. ശേഷം ഇദ്ദേഹം വളരെ രഹസ്യമായിട്ട് ആ ഹോസ്പിറ്റൽ അധികൃതർക്ക് ഈ $6000 കൈമാറാണ്. എന്നിട്ട് പറയാണ്, അദ്ദേഹത്തിന്റെ ആ ചികിത്സ, ആ കടം നിങ്ങൾ തീർക്കുക, അതോടൊപ്പം തന്നെ ഇനി ഭാവി ചികിത്സയ്ക്കുള്ള $1000 കൂടി ഞാൻ നൽകുകയാണെന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് പോവാണ്. ശേഷം ഇദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ തിരിച്ചു പോകുന്ന സമയത്ത് അങ്ങേയറ്റത്തെ മാനസിക ഒരു ക്ലേശവുമായിട്ട്, വിഷമവുമായിട്ടാണ് ഞാൻ തിരിഞ്ഞു നടക്കുന്നത്. കാരണം എന്റെ വർഷങ്ങളായിട്ടുള്ള സ്വപ്നമാണ് ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അന്ന് രാത്രി ഉറങ്ങുന്ന സമയത്ത് ഞാൻ തവാഫ് ചെയ്യുന്നതായിട്ട് സ്വപ്നം കണ്ടു. ആ സമയത്ത് ആ തവാഫിൽ എന്നോട് ആളുകളൊക്കെ വന്ന് എനിക്ക് ആശംസകൾ അറിയിക്കുകയാണ്, ഹജ്ജ് മബ്രൂർ, ഹജ്ജ് മബ്രൂർ എന്ന് പറഞ്ഞ ആളുകൾക്ക് എന്നെ ആശംസിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിറ്റേന്ന് രാവിലെ ഞാൻ ഉണർത്തപ്പോൾ എനിക്കത് ഭയങ്കര ആശ്വാസമായി. പിന്നീട് എനിക്കൊരു ഫോൺ കോൾ വരാണ് ഹോസ്പിറ്റലിൽ നിന്ന്. ആ ഹോസ്പിറ്റലിന്റെ വലിയൊരു ഷെയർ ഹോൾഡർ ആയിരുന്ന, അതിന്റെ ഷെയറിൽ പകുതിയും ഉടമപ്പെടുത്തിയിരുന്ന അതിസമ്പന്നനായ ഒരു വ്യക്തി ഈ വർഷം ഹജ്ജിന് പോകാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം എവിടെ യാത്ര ചെയ്യുമ്പോഴും അദ്ദേഹത്തിന്റെ കൂടെ കൂട്ടുമായിരുന്ന അദ്ദേഹത്തിന്റെ ഫിസിക്കൽ ട്രെയിനർക്ക് പക്ഷേ ഇപ്രാവശ്യം ചില ആരോഗ്യ പ്രശ്നങ്ങളാൽ കൂടെ വരാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് താങ്കൾക്ക് അദ്ദേഹത്തെ അസിസ്റ്റ് ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു ഫോൺ കോൾ വരാണ്. അദ്ദേഹം അങ്ങേറ്റത്തെ ആഹ്ലാദത്തോട് അത് ഏറ്റെടുത്തു. അദ്ദേഹത്തിന് സൗജന്യമായിട്ട് അതേ വർഷം തന്നെ ഹജ്ജ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചു. അങ്ങനെ ആ ഹജ്ജിന്റെ യാത്രയിൽ പുറപ്പെട്ട സമയത്ത് ഇദ്ദേഹത്തിന് ഈ അനുഭവം, കാരണം അസാധാരണമായ ഒരു അനുഭവമാണല്ലോ, അദ്ദേഹം ഈ സമ്പന്നനുമായിട്ട് ഈ അനുഗ്രഹം പങ്കുവെച്ചപ്പോൾ ആ സമ്പന്നനായ വ്യക്തി ആ നിമിഷം തന്നെ ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ആ കുട്ടികളുടെയും ആ ഫാമിലിയുടെ ആ ചിലവ്, അവരുടെ ചികിത്സാ ചിലവ് മുഴുവൻ അദ്ദേഹം ഏറ്റെടുത്തു എന്ന് മാത്രമല്ല, ഇദ്ദേഹം നൽകിയ ആ $6000 നിർബന്ധപൂർവ്വം ഇദ്ദേഹത്തിന് തിരികെ നൽകിപ്പിച്ചു. അതുകൂടാഞ്ഞിട്ട് അവിടെ ഈ അർത്ഥത്തിലുള്ള പാവങ്ങളായ ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു ചികിത്സാ സഹായ സംവിധാനവും ആ സമ്പന്നനായ വ്യക്തി ആ ഹോസ്പിറ്റലിൽ തുടങ്ങുകയും ചെയ്യും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു വ്യക്തി നിഷ്കളങ്കമായിട്ടൊരു കാര്യം ആഗ്രഹിക്കും. നോക്കുക, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എത്ര സത്യമാണെന്ന് നോക്കുക. അത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലുള്ള ഒരു മാർഗമാണ് ഹജ്ജ് എന്ന് പറഞ്ഞത് എത്ര സത്യമാണെന്ന് നോക്കുക. ഒരു പാവപ്പെട്ട വ്യക്തി വളരെ നിഷ്കളങ്കമായിട്ട് ഹജ്ജിന് വേണ്ടി ആഗ്രഹിച്ചപ്പോൾ ഒരിക്കലും ഒരാളുടെ സമ്പത്ത് അവിടെ പാഴായില്ല എന്ന് മാത്രമല്ല, അതിലൂടെ വലിയ പ്രയോജനങ്ങളാണ് ഉമ്മത്തിലുണ്ടായിട്ടുള്ളത്, സമൂഹത്തിലുണ്ടായിട്ടുള്ളത്. ഈ രൂപത്തിൽ വളരെ വളരെ നിഷ്കളങ്കമായിട്ട് നമ്മൾ ഹജ്ജിന് വേണ്ടി ആഗ്രഹിക്കാൻ കഴിയേണ്ടതുണ്ട്. ഹജ്ജിന് വേണ്ടി ആഗ്രഹിക്കാതിരിക്കുക എന്നത് തന്നെ വലിയൊരു ബാധകമാണ്, വലിയൊരു തെറ്റാണ് യഥാർത്ഥത്തിൽ. അള്ളാഹുവിന്റെ ദർബാറിൽ ഇഹ്റാമിലായിക്കൊണ്ട് അവന്റെ അതിഥിയായി പോകാൻ ആഗ്രഹിക്കാതിരിക്കുക എന്നുള്ളത്, എന്തും ചോദിച്ചാൽ ലഭിക്കുന്ന ആ അവസരങ്ങളെ വേണ്ടെന്ന് വെക്കുക എന്നുള്ളത്, അതിനെ സ്വപ്നം കാണാതിരിക്കുക എന്നുള്ളത് തന്നെ വലിയ നന്ദികേടാണ്. വമൻ കഫറ, ഹജ്ജിനെ പറ്റി അള്ളാഹു ഉടനെ പറഞ്ഞത്, ഹജ്ജ് നിർബന്ധമായിട്ടുള്ള ആളുകൾ ഹജ്ജ് ചെയ്യുക എന്ന് പറഞ്ഞ തൊട്ടുടനെ പടച്ചവൻ പറഞ്ഞത്
വമൻ കഫറ, എന്നാൽ ആരെങ്കിലും നന്ദികേട് കാണിക്കുകയാണെങ്കിൽ, ആ ഹജ്ജിനെ വേണ്ടെന്ന് വെക്കുകയാണെങ്കിൽ ഫഇന്നല്ലാഹ ഗനിയുൻ അനിൽ ആലമീൻ, അള്ളാഹുവിന് നിങ്ങളുടെ ഒരാളുടെയും ഒരു പ്രവൃത്തി ആവശ്യമില്ല, ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്നതാണ്. ഹജ്ജിന് വേണ്ടി നിയത്ത് വെക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജീവിതത്തിൽ ചെയ്തു തീർക്കാനുള്ള കുറെ കടമകളുടെ കൂട്ടത്തിലുള്ള ഒരു കടമ കൂടി നിർവഹിക്കുക എന്ന രൂപത്തിലായിരിക്കും നമ്മൾ ഹജ്ജിനെ കാണേണ്ടത്. മറിച്ച് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന, നമുക്കൊരു പുതിയ ജീവിതം സമ്മാനിക്കുന്ന, നമ്മുടെ റബ്ബുമായിട്ട് ഇന്നേ വരെ നമുക്ക് ലഭിച്ചിട്ടില്ലാത്തൊരു സാമീപ്യം നമുക്ക് കരസ്ഥമാക്കാൻ നമ്മെ സഹായിക്കുന്ന ഒരു കർമ്മമായിട്ട്, സൽക്കർമ്മമായിട്ട് തന്നെ അതിമഹത്തരമായ ഒരു കാര്യമായിട്ട് നമ്മൾ ഹജ്ജിനെ കാണേണ്ടതുണ്ട്. അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്ന ഒരു രംഗം വിവരിക്കുന്നുണ്ട്. അദ്ദേഹം മുസ്ലിം ആവാൻ തീരുമാനിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കിലേക്ക് വന്നു. അങ്ങനെ ബയ്യാത്ത് ചെയ്യാൻ കൈ നീട്ടിയ സന്ദർഭത്തിൽ അദ്ദേഹം പെട്ടെന്ന് അദ്ദേഹത്തിന്റെ കൈ തിരിച്ചു വെച്ചു. ഇത് കണ്ടപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ ബാലുക യാ അംർ, നിനക്ക് എന്താണ് ഉമറെ പറ്റിയതെന്ന് ചോദിക്കാണ്. അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇസ്ലാമിനോടും റസൂലിനോടൊക്കെ അങ്ങേറ്റത്തെ ശത്രുത പുലർത്തി ജീവിച്ചിരുന്ന ആളായിരുന്നു. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, റസൂലെ, എനിക്ക് ഇസ്ലാം സത്യമാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്, ഞാനിപ്പോ മുസ്ലിം ആകാനാണ് വന്നത്, പക്ഷെ ഒരു നിബന്ധനയുണ്ട്, ആ നിബന്ധന പൂർത്തീകരിച്ചെങ്കിൽ മാത്രമേ ഞാൻ ഇസ്ലാമിലേക്ക് വരികയുള്ളൂ. റസൂൽ അതെന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്റെ കഴിഞ്ഞുപോയ പാവങ്ങളൊക്കെ പൊറുക്കപ്പെടണം, ആ ഒരു ഉറപ്പ് നൽകുമെങ്കിൽ മാത്രമേ ഞാൻ ഇവിടെ ഇസ്ലാം സ്വീകരിക്കുകയുള്ളൂ. ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു, ഓ അംറേ, ഒരാൾ മുസ്ലിം ആയി കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ ഒരാൾ ഹിജ്റ ചെയ്തു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ ഒരാൾ ഹജ്ജ് ചെയ്തു കഴിഞ്ഞാൽ അയാളുടെ പൂർവ്വ പാപങ്ങളൊക്കെയും അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കും എന്ന് നിനക്കറിയില്ലേ അമ്രെ എന്ന് തിരിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാം. നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹജ്ജിനെ സമീകരിച്ചിരിക്കുന്നത്, ഹജ്ജിനെ തുലനം ചെയ്തിരിക്കുന്നത് ഒരു അവിശ്വാസി വിശ്വാസിയാകുന്നതിനോടാണ്. ഒരു അവിശ്വാസി വിശ്വാസിയായി കഴിഞ്ഞാൽ അയാളുടെ സ്ഥാനം അള്ളാഹുവിന്റെ അടുക്കൽ എത്രയാണ്? ഒരു അവിശ്വാസി വിശ്വാസിയായി കഴിഞ്ഞാൽ ഒരിക്കലും അയാളുടെ ജീവിതം അവിശ്വാസിയായിരുന്ന രൂപത്തിലായിരിക്കില്ല, അടിമുടി അയാളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും. ഒരു അവിശ്വാസിയോട്, ഒരു പുതുവിശ്വാസിയായ ആളോട് അയാളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല ദിനം ഏതായിരുന്നു ചോദിച്ചാൽ അവർ പറയുക, ഞാൻ ഇസ്ലാമിലേക്ക് വന്ന ദിവസമായിരുന്നു എന്നായിരിക്കും. അപ്പൊ ആ രൂപത്തിൽ യഥാർത്ഥത്തിൽ മബ്റൂറായ ഹജ്ജ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല നിമിഷം ഏതാണെന്ന് ചോദിച്ചാൽ അത് അവർക്ക് ഹജ്ജ് ചെയ്ത ആ ദിനങ്ങളായിട്ട് മാറേണ്ടതുണ്ട്. അവരുടെ ഹജ്ജിനെ സംബന്ധിച്ച് അവരുടെ ഓർമ്മകളായിട്ട് മാറേണ്ടതുണ്ട്. ഒരു അവിശ്വാസി വിശ്വാസിയായി മാറുമ്പോൾ എത്ര പരിശുദ്ധനായിട്ട് അവർ മാറുമോ ആ രൂപത്തിൽ ഒരു ഹജ്ജ് ചെയ്യാത്ത വ്യക്തി ഹജ്ജ് ചെയ്തതോടുകൂടി അള്ളാഹുവിന്റെ അടുക്കൽ അങ്ങേറ്റത്തെ പവിത്രതയുള്ള പരിശുദ്ധനായ പരിശുദ്ധ ഹൃദയത്തിന്റെ ഉടമയായിട്ട് അവർ മാറുകയാണ്. ആ അർത്ഥത്തിൽ മാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഒരു ഹദീസ് കൂടി പറഞ്ഞിട്ട് ഖുത്ബ അവസാനിപ്പിക്കാം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഹജ്ജിന്റെ ശ്രേഷ്ഠതയുമായി ബന്ധപ്പെട്ട അങ്ങേറ്റം ഹൃദ്യമായ വളരെ വലിയ ഒരു ഹദീസ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുക. വളരെ സുന്ദരമായ ഒരു വലിയൊരു കഥയാണത്. അത് ഇമാം ബസ്സാറും ഇമാം ഇബ്നു ഹിബ്ബാനും തൊബറാനിയൊക്കെ ഉദ്ധരിച്ചിട്ടുള്ള സഹീഹായ ഹദീസാണ്. ഇബ്നു മുൻസിരി എന്ന് പറയുന്ന വലിയ പ്രസിദ്ധനായ മുഹദ്ദിസ് അദ്ദേഹം ഈ ഹദീസിനെ പറ്റി പറയുന്നുണ്ട്. ഈ ഹദീസിലെ ഇത് റിവായത്ത് ചെയ്ത ആളുകളൊക്കെയും അങ്ങേറ്റം വിശ്വസ്തരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്നത്. അപ്പൊ അങ്ങേറ്റം വിശ്വാസയോഗ്യമായ ഒരു ഹദീസാണ് എന്ന് പറയാൻ വേണ്ടിയാണ് അത് സൂചിപ്പിച്ചത്. ആ സുദീർഘമായ ഹദീസിന് രത്ന ചുരുക്കം എന്നുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജിന്റെ വേളയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത്, മിനായിൽ ഇരിക്കുന്ന സമയത്ത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, രണ്ടാളുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി വന്നു. അവര് ചോദിക്കാൻ ഉദ്ദേശിച്ചത് ഹജ്ജുമായി ബന്ധപ്പെട്ട ചില കർമ്മങ്ങളുടെ പ്രതിഫലങ്ങളെ സംബന്ധിച്ചായിരുന്നു. ഹജ്ജുമായി ബന്ധപ്പെട്ട് ചെയ്യുമ്പോൾ എന്താണ് ഞങ്ങൾക്ക് ലഭിക്കുക എന്നറിയാൻ ആഗ്രഹിച്ചുകൊണ്ടായിരുന്നു അവർ വന്നത്. സഹാബാക്കൾ പലപ്പോഴും അവർ ചെയ്യുന്ന കർമ്മങ്ങളിലൂടെ എനിക്ക് എന്ത് ലഭിക്കുമെന്ന് അറിയാൻ ആഗ്രഹിച്ചിരുന്നു. അതിന്റെ കാരണം അത് അവർക്ക് കൂടുതൽ ആ നന്മ ചെയ്യാൻ അവർക്ക് അത് പ്രചോദനമായിട്ട് മാറും എന്നുള്ളത് കൊണ്ടായിരുന്നു. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവരെ ചോദിക്കാൻ ആഗ്രഹിച്ചിരുന്നത് 8 കാര്യങ്ങളായിരുന്നു. ആ 8 കാര്യങ്ങൾക്കും ഹജ്ജുമായി ബന്ധപ്പെട്ട 8 കാര്യങ്ങൾക്കുമുള്ള പ്രതിഫലം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഏറ്റവും ആദ്യമായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, നിങ്ങൾ ഹജ്ജിന് വേണ്ടി വീട്ടിൽ നിന്ന് പുറപ്പെടുന്ന സമയത്ത് നിങ്ങളുടെ മൃഗം ആ ബൈത്തുൽ ഹറാമിലേക്ക് എത്തുന്നത് വരെ എത്ര കാലടിയാണോ വെക്കുന്നത്, ആ ഓരോ കാലടിക്കും പകരമായിട്ട് ഒരു നന്മ അള്ളാഹു നിങ്ങൾക്ക് രേഖപ്പെടുത്തുകയും ഒരു തിന്മ അള്ളാഹു നിങ്ങൾക്ക് മായ്ച്ചു കളയുകയും ചെയ്യുന്നതാണ്. എന്ന് പറഞ്ഞാൽ എത്രമാത്രം വിദൂരതയിൽ നിന്ന് വരുന്നോ അത്രമാത്രം നന്മ നിങ്ങൾക്ക് അധികം ലഭിക്കുകയും തിന്മ നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് മായ്ക്കപ്പെടുകയും ചെയ്യുന്നതാണ്. ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തവാഫിന് ശേഷമുള്ള 2 റക്അത്തിന്റെ പ്രതിഫലവും സഫാ മർവക്കിടയിൽ സഅയ് ചെയ്യുന്നതിന്റെ പ്രതിഫലവും അവർക്ക് വിശദീകരിച്ചു കൊടുക്കും. വളരെ വിശദമായ ഹദീസാണ്, വളരെ ചുരുക്കി പറയാണ്. അതിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, 70 അടിമകളെ മോചിപ്പിക്കുന്നത്
ലഭിക്കുന്നതിന് പകരമായിട്ടുള്ള പ്രതിഫലമാണ് നിങ്ങൾക്ക് ആ സഅയിലൂടെ ലഭിക്കുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. അടിമമോചനം എന്നുള്ളത് അങ്ങേയറ്റം പവിത്രമായ, അങ്ങേയറ്റം വളരെ അള്ളാഹുവിന്റെ അടുക്കൽ കനമുള്ള ഒരു പ്രവൃത്തിയാണ്. അപ്പൊ അങ്ങനെയുള്ള 70 അടിമകളെ മോചിപ്പിച്ചതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കാണ്. അത് കഴിഞ്ഞിട്ട് അറഫയിൽ നിൽക്കുമ്പോൾ ഉള്ള പ്രതിഫലത്തെ പറ്റി അള്ളാഹുവിന്റെ റസൂൽ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അറഫയിൽ നിൽക്കുമ്പോൾ അള്ളാഹു അറഫയിൽ നിൽക്കുന്ന ആളുകളെ നോക്കിക്കൊണ്ട് മാലാഖമാരോട് പെരുമ പറയും. അത്ര നോക്കൂ, എന്റെ അടിയാറുകൾ ഈ ലോകത്തിന്റെ വിവിധ ഭാഗത്ത് നിന്ന് ഇവിടെ വന്നിരിക്കുന്നു, എന്റെ സ്വർഗത്തെ ആഗ്രഹിച്ചുകൊണ്ട്, എന്റെ സ്വർഗത്തിനാണ് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അള്ളാഹു പറയും അത്ര മലക്കുകളോട്. ശേഷം ഈ അറഫയിൽ കൂടിയിരിക്കുന്ന ആളുകളോട് അള്ളാഹു പറയുമത്തെ അഫീദു മഗ്ഫൂറൻ ലക്കും, നിങ്ങൾ പിന്തിരിഞ്ഞു പോയിക്കൊള്ളൂ, നിങ്ങൾക്കെല്ലാം ഇതാ പൊറുക്കപ്പെട്ടിരിക്കുന്നു. പാപമുക്തരായിക്കൊണ്ട് നിങ്ങൾ ഇവിടുന്ന് പിന്തിരിഞ്ഞു പോവുക. നിങ്ങളുടെ പാപങ്ങൾ അത് മണൽത്തരികളോളം ഉണ്ടെങ്കിലും, അത് സമുദ്ര തിരമാലകളിലെ കുമിളകളോളം ഉണ്ടെങ്കിലും അതൊന്നും പ്രശ്നമല്ല, നിങ്ങൾക്കെല്ലാം അള്ളാഹു ഇതാ ഈ പാപങ്ങളൊക്കെയും പൊറുക്കപ്പെട്ടിരിക്കും. ഇത് സ്വീകാര്യമായ ഹജ്ജിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ഹലാലായ സമ്പത്ത് ഉപയോഗിച്ച് യാതൊരു വിധത്തിലുള്ള ബാധ്യതകളും ഇല്ലാതെ മനുഷ്യരോടുള്ള കടമകളൊക്കെ പൂർത്തീകരിച്ചുകൊണ്ട് ചെയ്യുന്ന ഹജ്ജിനെ സംബന്ധിച്ചാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പറയുന്നത്. ശേഷം പറഞ്ഞു, നിങ്ങൾ ജംറയിൽ കല്ലെറിയുന്ന സമയത്ത് ഓരോ കല്ലിനും പകരമായിട്ട് നിങ്ങളുടെ ഒരു വൻ പാപം അള്ളാഹു പൊറുക്കുന്നതാണ്. ശേഷം ബലിയറക്കുന്നതിനെ പറ്റി റസൂൽ പറഞ്ഞു, അതിന്റെ പ്രതിഫലം അള്ളാഹു പറഞ്ഞു തന്നിട്ടില്ല, അത് അള്ളാഹുവിന്റെ അടുക്കൽ അള്ളാഹു രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ അത് അത്രമാത്രം വലിയ പ്രതിഫലമായിരിക്കും, നമുക്ക് പറഞ്ഞാൽ മനസ്സിലാകാത്ത വലിയ പ്രതിഫലമായതുകൊണ്ടായിരിക്കാം. ശേഷം മുടി കളയുമ്പോഴുള്ള പ്രതിഫലം അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്തു. ഓരോ മുടിക്കും പകരമായിട്ട് ഒരു നന്മ രേഖപ്പെടുത്തപ്പെടും, ഒരു തിന്മ മായ്ച്ചു കളയപ്പെടും. അങ്ങനെ അവസാനം ഹജ്ജിന് നിർബന്ധമായിട്ടുള്ള തവാഫ് ചെയ്യുന്ന സന്ദർഭത്തിൽ അവരിൽ യാതൊരുവിധ പാപക്കറകളും അവശേഷിക്കാത്തവരായി അവര് തവാഫ് ചെയ്യുന്നതായിരിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. ആ സമയത്ത് അവരിലേക്ക് ഒരു മലക്ക് വരും. എന്നിട്ട് അവരുടെ തോളിൽ തട്ടിക്കൊണ്ട് പറയും, എത്രേ ഇനി നിങ്ങളുടെ ഭാവിയെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുക. നിങ്ങളിനി ഭാവിയെ കുറിച്ച് ആലോചിച്ച് നിങ്ങൾ വിഷമിച്ചാൽ മതി. ഫഖദ് ഗുഫിറ ലക മാ അല്ലാഹ്, നിനക്ക് കഴിഞ്ഞു പോയതൊക്കെയും അള്ളാഹു പുറത്തു വന്നിരിക്കുന്നു, നിങ്ങളുടെ കഴിഞ്ഞു പോയതൊക്കെ അള്ളാഹു തീർത്തിരിക്കുന്നു. ഇനി നിങ്ങൾ അതിനെപ്പറ്റി ഭയപ്പെടേണ്ടതില്ല, ഇനി വരാനിരിക്കുന്നതിനെ പറ്റി നിങ്ങൾ ഓർത്താൽ മതി, അതിന് നിങ്ങൾ സൂക്ഷിക്കുക എന്ന് മലക്ക് അവരോട് സന്തോഷ വാർത്ത അറിയിക്കും. അത്ര അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സന്തോഷ വാർത്ത ലഭിക്കുന്ന ഹാജിമാരായിട്ട് ഈ വർഷം നമ്മളിൽ നിന്ന് ഹജ്ജിന് പോകുന്ന ആളുകളുടെ ഹജ്ജ് അവരെ മാറ്റുമാറാകട്ടെ. അത്തരത്തിലുള്ള മബ്റൂറായ അള്ളാഹു സ്വീകരിക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഈ ശ്രേഷ്ഠതകളൊക്കെ ലഭിക്കുന്ന ഹജ്ജ് നിർവഹിക്കാൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹജ്ജിലൂടെ ജീവിതം മാറുന്ന, പടച്ചവനിലേക്ക് അടുക്കുന്ന, യഥാർത്ഥ ദീന് മനസ്സിലാക്കുന്ന ആളുകളാക്കി അള്ളാഹു നാം ഏവരെയും മാറ്റുമാറാകട്ടെ.